ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 64 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. സ്ഫുരത്പരാനന്ദരസം പ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധോ ചിരം നിമഗ്നാ ഖലു ഗോപസംഘ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. അന്വയം അർത്ഥം. സ്ഫുരത് പരാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ. പ്രഭ ചൊരിയുന്ന പരയുടെ ആനന്ദരസത്തിൻ്റെ പ്രവാഹത്തിൻ്റെ പരിപൂർണതയാകുന്ന മോക്ഷമാകുന്ന മഹാസമുദ്രത്തിൽ ചിരം വളരെ നേരം നിമഗ്ന ലയിച്ചുപോയ തേ ആ ഗോപസംഘാഹ ഗോപസമൂഹം ഭൂമൻ ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ പുനഃ അങ്ങയാൽ തന്നെ പിന്നീട് ഉദ്ധൃത കലു ഉദ്ധരിക്കപ്പെട്ടവരായി. ഹരിവു. സാരം: ഭഗവാന്റെ സ്ഥാനം കണ്ടപ്പോൾ അനുഭവപ്പെട്ട പരമാനന്ദരസമാകുന്ന കൈവല്യ മഹാസമുദ്രത്തിൽ ഗോപന്മാരെല്ലാം മുഴുകി വളരെ നേരം ഇരുന്നു പോയി. ഭഗവാൻ തന്നെ പിന്നീട് അവരെ ഉദ്ധരിക്കേണ്ടി വന്നു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. കരബദരവന്യേവ ദേവകുത്രാവതാരേ പരപദമനാവാപ്യ നിർഷിത ഭക്തിഭാജാം തദികാ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസൻ പാകി മാമയേപ്യാ. അന്വയം അർത്ഥം. ദേവ ഭഗവൻ, ഏവം ഇപ്രകാരം, അനവാപ്യാം പ്രാപിക്കാൻ വിഷമമുള്ള, പരപദം തൻ്റെ ബ്രഹ്മപദം വൈകുണ്ഠം, ഭക്തിഭാജാം ഭക്തന്മാർക്ക്, കരബദരവൻ കയ്യിലിരിക്കുന്ന ലന്തക്കുരു എന്ന പോലെ, കുത്ര ഏതൊരു, അവതാരത്തിലാണുള്ളത്, ദർശിതം കാണിക്കപ്പെട്ടിട്ടുണ്ട്, തത് ഹി അതിനാൽ തന്നെ, ഇഹ ഈ ലോകത്തെ, പശുരൂപി ഗോരൂപിയായിരിക്കുന്ന അങ്ങേ, സാക്ഷാത് പ്രത്യക്ഷമായ പരാത്മൻ പരമാത്മസ്വരൂപനെ, പവനപുരനിവാസിൻ ഗുരുവായൂർ വാഴുന്നവനെ, എന്നെ, ആമയേഭ്യ ദുഃഖങ്ങളിൽ നിന്ന് പാഹി അവിടുന്ന് രക്ഷിച്ചാലും. ഹരിവും. സാരം: മനുഷ്യർക്ക് ദുഷ്പ്രാപമായിരിക്കുന്ന ഒന്നാണ് വൈകുണ്ഠം അഥവാ മോക്ഷപദം. പരമാനന്ദാനുഭവം എന്നത് അത് കയ്യിലെ ലന്തക്കുരു പോലെ സ്പഷ്ടമായി ഭക്തന്മാരായ ഗോപന്മാർക്ക് കാട്ടിക്കൊടുത്ത ഭഗവാൻ കൃഷ്ണാവതാരത്തിലല്ലാതെ ഈ മഹത്തായ ദർശനം മറ്റൊരവതാരത്തിലും ഭഗവത് ഭക്തന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 64 ദശകം സമാപ്തം. ഹരിവും.